എല്ലാവർക്കും ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മദർ ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾക്ക് മോളുടെ അമ്മയെ കണ്ടെത്താനാവും, അതിന് കർത്താവ് തന്നെ ഒരു വഴി കാണിച്ചു തരും, വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ സക്കീർ ഹുസൈൻ എന്തോ ഓർത്തെടുത്തിട്ട് മദറിനോട് ചോദിക്കുന്നുണ്ട്, രാധാമണി പ്രസവിക്കുന്ന സമയത്ത് അവരെ സഹായിക്കാനായി ഒരു സ്ത്രീ കൂട്ടിനുണ്ടായിരുന്നില്ലേ? അവരുടെ പേരെന്താണ് എന്നും പറഞ്ഞിട്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പേരിങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്ന മാതിരി പറയുന്നുണ്ട്, അവരുടെ പേര് മേരിക്കുട്ടി എന്നാണ്. അവരെ അറിയുമോ മദറിന്? അപ്പോൾ മദർ പറയുന്നുണ്ട്, മേരിക്കുട്ടി അവരെ അറിയാം, അവരിവിടെ തന്നെ ഉണ്ടല്ലോ. വയ്യാതിരിക്കുകയാണ്, നടക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ബെഡ് റെസ്റ്റിലാണ്. അത് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു പ്രത്യാശയുടെ ഒരു തിളക്കം ഉണ്ടാകുന്നുണ്ട്. അമ്മയെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള ഒരു വിചാരം ജാനകിക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് സക്കീർ ഹുസൈൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് അവരെ കാണാൻ സാധിക്കുമോ? അപ്പോൾ മദർ പറയുന്നുണ്ട്, അതിനെന്താ, നിങ്ങൾ പോയി കണ്ടുകൊള്ളൂ. എന്നിട്ട് ആദ്യം വക്കീൽ മേരിക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മേരിക്കുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പോൾ സക്കീർ ഹുസൈൻ പരിചയപ്പെടുത്തുന്നുണ്ട്, പണ്ട് സൂര്യനാരായണൻ്റെ കൂടെ ഞാൻ ഇവിടെ വരാറുണ്ട്, ഞാൻ ഒരു വക്കീലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മേരിക്കുട്ടിക്ക് ഓർമ്മ വരുന്നുണ്ട്, അല്ല, വക്കീലിൻ്റെ മുടിയൊക്കെ എവിടെ പോയി? ആളെ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ, എത്ര നല്ല സുന്ദരനായിരുന്നു നിങ്ങളന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സക്കീർ പറയുന്നുണ്ട്, കാലം മാറുമ്പോൾ നമ്മളിലും ഓരോ മാറ്റങ്ങൾ വരുമല്ലോ. എൻ്റെ കൂടെ സൂര്യനാരായണൻ്റെ മകനും അവൻ്റെ ഭാര്യയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് വക്കീൽ അവരെയും വിളിക്കുന്നുണ്ട്. അവരെ കണ്ടതും മേരിക്കുട്ടി പറയുന്നുണ്ട്, സൂര്യനാരായണൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ല, നിങ്ങളിപ്പോൾ എന്നെ കാണാൻ വന്നത് എന്തിനാ? വലിയ അതിശയമായിരിക്കുന്നല്ലോ. അപ്പോൾ സക്കീർ ഹുസൈൻ പറയുന്നുണ്ട്, മേരിക്കുട്ടി അമ്മയോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് ഇവർ വന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് രാധാമണി വാരസ്യാർ എന്ന പെൺകുട്ടിയെപ്പറ്റി അറിയാമോ? 25 വർഷം മുൻപുള്ള കാര്യമാണ്. അത് കേട്ടപ്പോൾ മേരിക്കുട്ടി പറയുന്നുണ്ട്, അറിയാമോ എന്നോ? ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെപ്പറ്റി ഞാൻ ഓർക്കാറുണ്ട്. നല്ലൊരു കുട്ടിയായിരുന്നു, ഈ മോളെ പോലെ തന്നെ നല്ല സുന്ദരിയായിരുന്നു. എന്നിട്ട് മേരിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല, ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ എന്താണ് കാരണം? അപ്പോൾ സക്കീർ പറയുന്നുണ്ട്, സൂര്യ സാറിൻ്റെ മരണശേഷം അവരെ ഒന്ന് കണ്ടെത്തിയാൽ കൊള്ളാമെന്ന് സൂര്യ സാറിൻ്റെ മകനൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മേരിക്കുട്ടി അമ്മയെ കണ്ടെത്തിയാൽ ചിലതൊക്കെ അറിയാൻ കഴിയുമെന്ന്. അപ്പോൾ മേരിക്കുട്ടി പറയുന്നുണ്ട്, രാധാമണിയുടെ കൊച്ചിനെ സൂര്യ സാർ ഏതോ ഓർഫനേജിലല്ലേ വളർത്താൻ ഏൽപ്പിച്ചത്? അത് കേട്ടപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, സൂര്യ സാർ തന്നെയാണ് നടത്തി കൊടുത്തത്. അവരിപ്പോൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ മേരിക്കുട്ടി പറയുന്നുണ്ട്, ആ കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, ശരിക്കും രാധാമണി വാരസ്യാർക്ക് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ മേരിക്കുട്ടി അമ്മ പറയുന്നുണ്ട്, അവൾ ഓർഫനേജിൽ വരുമ്പോൾ അവൾക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വയറ്റിലൊരു കൊച്ചുമായിട്ടാണ് അവൾ ഇവിടെ വന്നത്. മദർ ആഗ്നസിനോട് എന്നോട് മാത്രമേ എന്തെങ്കിലും 2 വാക്ക് അവൾ സംസാരിക്കുകയുള്ളൂ. ആരുമായിട്ടും ഒരു വർത്തമാനത്തിനും നിൽക്കില്ല, ആരുമായിട്ടും വർത്തമാനവും പറയില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലായിരുന്നു. വയറ്റിലുള്ള കൊച്ചിൻ്റെ അച്ഛൻ ഇന്ന് മദറിനോട് പോലും പറഞ്ഞിട്ടില്ല. പ്രേമിച്ച് നടന്ന് ചതി പറ്റിയെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. എവിടെയെങ്കിലും പോയി എന്തോ ചിന്തിച്ചിട്ടിങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അത് ഇരുട്ടുന്നത് വരെ അങ്ങനെ ആ ഇരുത്തം തുടരും. അതിൻ്റെ സ്വഭാവം അറിഞ്ഞതോടെ അവളുടെ പിന്നാലെ പിന്നെ ആരും പോയതുമില്ല. 4-ാം മാസം അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കൊച്ച് ഇല്ലാതാകുമെന്നൊരു അവസ്ഥ വരെ ഉണ്ടായി. അന്നാണ് അവൾ ആദ്യമായി കരഞ്ഞു കാണുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറയണ്ടേ, എപ്പോഴും കരച്ചിൽ തന്നെ കരച്ചിൽ. പിന്നെ മദർ അവളെ മിഷൻ ആസ്പത്രിയിലാക്കി. അന്ന് രാത്രിയാണ് അവൾ ആരോടും പറയാത്ത ആ കഥ എന്നോട് പറഞ്ഞത്. ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മുതലാളി അവളെ നശിപ്പിച്ച കാര്യവും പിന്നെ അവൾ ആ കമ്പനിയിൽ അതിനുശേഷം പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. മാസം 1 കഴിഞ്ഞപ്പോഴാണ് വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ടെന്ന് അവൾ അറിയുന്നത്. വീട്ടിൽ അച്ഛനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ക്യാൻസർ വന്ന് നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്പലത്തിൽ പൂവ് കെട്ടുന്ന ഒരു ജോലിയായിരുന്നു അച്ഛന്. ഒരു പാവം മനുഷ്യൻ. മകള് ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി അപമാനവും ദുഃഖവും സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് അവൾ ഓർഫനേജിൽ എത്തുന്നത്. ഭാഗ്യത്തിന് അവളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഞാൻ അവളെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മദറിനോട് പറഞ്ഞു.
അവൾക്ക് 8-ാം മാസമായ സമയത്ത് അവളെ തേടി ഒരാൾ മദറിൻ്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ ഫോട്ടോ കാണിച്ച് മദറിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന്. പക്ഷേ മദർ അവളെ കാണിച്ചു കൊടുത്തില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയച്ചു. അങ്ങനെ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് രാധാമണി പക്ഷെ ആ മുഖം വ്യക്തമായി കണ്ടു. അവനെ കണ്ടതും ആകെ ഭയത്തോടും കരഞ്ഞും കൊണ്ട് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു അവനാണ്, ആ വ്യക്തിയാണ് എന്നെ നശിപ്പിച്ചത് എന്ന്. പിന്നെ മദറിനോടും അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷെ ആ വ്യക്തി വന്നു പോയതിൻ്റെ ശേഷമാണ് അവളുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം തുടങ്ങിയത്. എല്ലാത്തിനോടും ഒരു പേടി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് അവൾ അല്ലറിക്കരയും. എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ 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 എന്നും പറഞ്ഞ്. ആ ദുഷ്ടനെ കണ്ടതോടെ അവളുടെ മനസ്സിൻ്റെ പിടി വിട്ടുപോയി. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജാനകി വല്ലാത്തൊരവസ്ഥയിലാണ്. മനസ്സിൻ്റെ ഉള്ളിലെ വേദന കടിച്ചമർത്തി നിൽക്കുകയാണ് ജാനകി. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് അവൾക്ക് മരുന്നുകളൊക്കെ കൊടുത്തതാ. പിന്നെ ബാക്കി ചികിത്സ പ്രസവം കഴിയട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രസവ നാളൊക്കെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നീട് ശരിക്കും അവൾ ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് കാണിച്ചത്. കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അവൾ മറന്നതുപോലെ. എന്താണ് നടക്കുന്നതെന്ന് പോലും അവൾക്കറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ, കൈയൊഴിയാൻ പറ്റുമോ? വേദന തുടങ്ങിയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവൾ പ്രസവിച്ചു. നല്ല ഓമനത്തമുള്ള ഒരു പെൺകുഞ്ഞ്. എൻ്റെ ഈ 2 കൈകളിലാണ് ഞാൻ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്താൻ തന്നെ പേടിയായിരുന്നു. ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടു നടന്നത്. അവളൊന്ന് മയങ്ങിക്കിടന്നാലാണ് കുഞ്ഞിന് പാല് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം കുഞ്ഞിനെയും മടിയിലിട്ട് വെച്ച് ഞാനൊന്ന് മയങ്ങിപ്പോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കിടക്കയിൽ അവളെ കണ്ടില്ല. എല്ലായിടത്തും അന്വേഷിച്ചു. അവൾ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവളെപ്പറ്റി ഒരു വിവരവും അറിയില്ല. ബാക്കിയൊക്കെ വക്കീലിന് അറിയാമല്ലോ. ഇതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ ജാനകി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ മേരിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്? അവളുടെ കഥ കേട്ട് മോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ ജാനകി എഴുന്നേറ്റ് മേരിക്കുട്ടി അമ്മയുടെ കൈയൊക്കെ പിടിച്ച്, അമ്മ ഈ കൈ കൊണ്ട് ഏറ്റുവാങ്ങിയ ആ ചോരക്കുഞ്ഞ് ഈ ഞാനാണ്. അപ്പോൾ മേരിക്കുട്ടി അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോള് രാധാമണിയുടെ? അതെ അമ്മേ, ഞാൻ അവരുടെ മകളാണ്. മേരിക്കുട്ടി അമ്മയ്ക്ക് അപ്പോൾ ഭയങ്കര സ്നേഹവും സന്തോഷവും വരുന്നുണ്ട്. ഈ മോളെ ഒന്നുകൂടി കാണാൻ വേണ്ടിയാ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നത്. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി സ്വന്തം കയ്യിലെ വളയൊക്കെ ഊരി മേരിക്കുട്ടി അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇനി മേരിക്കുട്ടി അമ്മയെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയും ഉണ്ടായിരിക്കും. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.